ഹായ് എവ്രി വൺ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ. ഡൊമസ്റ്റിക് അപ്ലയൻസസിൽ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഫീച്ചേഴ്സ്, വർക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഷിംഗ് മെഷീൻ ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് വാഷിംഗ് മെഷീൻസ്. ദ മോഡേൺ വാഷിംഗ് മെഷീൻസ് ക്യാൻ ബി ഡിവൈഡഡ് റഫ്ലി ഇൻ ടു 3 മെയിൻ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ ഫംഗ്ഷൻ. മോഡേൺ വാഷിംഗ് മെഷീനിനെ അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച്, മെയിനായിട്ടുള്ള അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് റഫ്ലി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, മെയിൻ 3 ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓർഡിനറി വാഷിംഗ് മെഷീൻ, ദെൻ സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്. അതാണ് ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഈ 3 അതിൽ ഓർഡിനറി ടൈപ്പിൽ തന്നെ വിത്തൗട്ട് ടൈമറും വരുന്നുണ്ട്, വിത്ത് ടൈമറും വരുന്നുണ്ട്. അതിൽ വിത്തൗട്ട് ടൈമർ ആണെങ്കിൽ ദിസ് മെഷീൻ യൂസസ് ദ പൾസേറ്റർ ടൈപ്പ് ടെക്നിക് ഇൻ വിച്ച് എ ഡിസ്ക് ഈസ് ഫിറ്റഡ് ടു ദ മോട്ടർ. ഇവിടെ പൾസേറ്റർ ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടറുമായിട്ടൊരു ഡിസ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഹാസ് ഓൺലി 1 ടബ് ആൻഡ് 1 മോട്ടർ. ദ ഡേർട്ടി ക്ലോത്ത് ഈസ് ലോഡഡ് ഇൻ ദ ടബ്. വാട്ടർ ഈസ് ഫിൽഡ് മാനുവലി ഇൻ ദ ടബ്. ഡിറ്റർജൻറ്റ് ഈസ് ആഡഡ്. ഇതിലാകെ ഒരൊറ്റ ടബ് ഉണ്ടാവുള്ളൂ, അതുപോലെ ഒരു മോട്ടർ ഉണ്ടാവുള്ളൂ. നമ്മൾ അലക്കാനുള്ള ഡ്രസ്സ് അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ ലോഡ് ചെയ്യും, ടബിലേക്ക് ലോഡ് ചെയ്യും. മാനുവലി വെള്ളം നിറയ്ക്കുക, മാനുവലി നമ്മൾ ഡിറ്റർജൻറ്റും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. And the motor is switched on. The pulsator disc moves the cloth around the tub and the time duration of the washing is decided by the operator. വൺസ് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പൾസേറ്റർ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ആ ഡിസ്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലോത്ത് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ക്ലോത്ത് മൂവ് ചെയ്യുന്ന അലക്കൽ ആ പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, വാഷിങ്ങിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അയാൾ എപ്പോഴാണോ മോട്ടർ ഓഫ് ചെയ്യുന്നത്, അതിൻ്റെ മോട്ടർ സപ്ലൈ ഓഫ് ചെയ്യുന്നത്, ആ ടൈമിലേക്ക് അവിടെ വാഷിംഗ് നിൽക്കും. ഇതിന് ഓർഡിനറി വിത്ത് ടൈമറോട് കൂടിയിട്ടുള്ള ഓർഡിനറി ടൈപ്പും അവൈലബിൾ ആണ്. സാധാരണ ടൈപ്പ് പോലെ തന്നെ, ബട്ട് ആഡഡ് വിത്ത് എ ക്ലോക്ക് ടൈമർ ടു സെലക്ട് ദ ടൈം ഓഫ് വാഷ് ഫ്രം 1 to 15 minutes. അതിനകത്തൊരു നോബ് ഉണ്ടാവും, നമുക്ക് റോട്ടറി സ്വിച്ച് ഉണ്ടാവും തിരിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് 1 to 15 minutes വരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര മിനിറ്റ് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലോക്ക് ടൈമർ കൂടെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് സെമി ഓട്ടോമാറ്റിക് ടൈപ്പാണ്. സെമി ഓട്ടോമാറ്റിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ 2 ടബാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് വാഷ് ചെയ്യാനും പിന്നെ ഒന്ന് റിൻസ് ചെയ്യാനും. അതർ ഫോർ സ്പിൻ ഡ്രൈയിങ്, ഒന്ന് വാഷ് ചെയ്യാനും റിൻസ് ചെയ്യാനുമായിട്ട് ഒരെണ്ണം, ദെൻ സ്പിൻ ചെയ്യാനായിട്ട് ഉണക്കാനായിട്ട് വേറെ ഒരെണ്ണമാണ്, ഡ്രൈ ചെയ്യാനും വേണ്ടി വേറെ ഒരെണ്ണമാണ് ഉള്ളത്. ദ വാഷിംഗ് ടബ് ഓപ്പറേറ്റ്സ് അറ്റ് ലോ സ്പീഡ് വെറാസ് ദ സ്പിൻ ഡ്രയർ ടബ് ഓപ്പറേറ്റ്സ് അറ്റ് ദ ഹൈ സ്പീഡ്. വാഷ് ചെയ്യുന്നതും റിൻസ് ചെയ്യുന്നതും ടബ് ലോ സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യാറ്. പക്ഷേ സ്പിൻ ചെയ്യുന്ന നമ്മൾ ഡ്രയർ വർക്ക് ചെയ്യാറ് കുറച്ച് ഹയർ സ്പീഡിലായിരിക്കും. ചില മെഷീൻ അത് ഡിപ്പെൻസ് ആണ്. ചിലതിൽ ഒരു മോട്ടർ ഉണ്ടാവും, ചിലതിൽ 2 മോട്ടർ, അങ്ങനെ 1 or 2 മോട്ടറിൽ വരുന്ന കേസിൽ മെഷീൻ അവൈലബിൾ ആണ്. ഇത് നെക്സ്റ്റ് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അവിടെ വാഷ് സൈക്കിൾ കംപ്ലീറ്റ് പ്രൊസീജിയർ നടക്കുന്നത് ഒരു മൈക്രോ പ്രോസസ്സറിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ്. ഒരു മൈക്രോ പ്രോസസ്സറിനെ പ്രോഗ്രാം ചെയ്ത് വെച്ച് അതിനനുസരിച്ചാണ് അവിടെ വാഷ് സൈക്കിൾ നടക്കുന്നത്. ആകെ ഒരൊറ്റ ടബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടബിൻ്റെ അകത്തേക്ക് നമ്മൾ വൺസ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഡിറ്റർജൻ്റ് എല്ലാം അതിൻ്റെ വേണ്ട സ്ഥലങ്ങളിൽ ഡിറ്റർജൻ്റ് എല്ലാം നമ്മൾ ആക്കി കഴിഞ്ഞാലും ആ കറക്റ്റ് ടൈമിൽ അത് എത്ര സമയം എടുക്കും എന്ന് നോക്കിയിട്ട് അത് അലക്കൽ കഴിഞ്ഞു, റിൻസ് ചെയ്യലും കഴിഞ്ഞു, ദെൻ അത് ഡ്രൈ ചെയ്യലും കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാസ്റ്റ് പിന്നെ കിട്ടുന്നത്. ദ മെഷീൻ കുഡ് ബി പ്രോഗ്രാംഡ് ഫോർ വാഷ് സൈക്കിൾ, ഡിറ്റർജൻറ്റ് ഇൻടേക്ക് ആൻഡ് വാട്ടർ ഇൻപുട്ട്. എല്ലാത്തും നമുക്കത് പ്രോഗ്രാം ചെയ്തിട്ടാണ് വെക്കുന്നത്. എത്ര സമയം അത് വാഷ് ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കുന്നതും, അതുപോലെ ഡിറ്റർജൻറ്റിൻ്റെ ഇൻടേക്ക് എത്ര അളവിൽ എത്ര സമയത്തേക്കാണ് വേണ്ടത്, വാട്ടർ എത്ര കണ്ടെടുക്കണം എന്നുള്ളതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ്. ദ മെഷീൻ ഡസ് വാഷിംഗ്, റിൻസിങ് ആൻഡ് ഓൾസോ ഡ്രൈ ദ ക്ലോത്ത് ആൻഡ് സ്റ്റോപ്സ്. അപ്പോൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ നോർമലി സ്റ്റോപ്പ് ആവും. ആൻഡ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ബൈ ദ ടൈപ്പ് ഓഫ് ലോഡിംഗ്. ഇനി നമുക്കതിൻ്റെ ടൈപ്പ് ഓഫ് ലോഡിംഗ് അനുസരിച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. മെഷീൻസിന് ടോപ്പ് ലോഡിംഗ് ആയിട്ടും വരാറുണ്ട്, ഫ്രണ്ട് ലോഡിംഗ് ആയിട്ടും വരാറുണ്ട്. ഫ്രണ്ട് ഡോറിൽ ലോഡിംഗ് വരുന്നതുകൊണ്ട് ടോപ്പിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. ഇൻ സം മെഷീൻസ് ദ വാട്ടർ യൂസ്ഡ് ഫോർ വാഷിംഗ് കുഡ് ബി പ്രീ ഹീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇലക്ട്രിക് ഹീറ്റർ. ചില ടൈപ്പ് വാഷിംഗ് മെഷീൻസിലാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പ്രീ ഹീറ്റ്, ഇത് വാഷ് ചെയ്യാനുള്ള വെള്ളം പ്രീ ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന സംവിധാനം ചിലതിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് വാഷ് ടെക്നിക്സ് നമ്മൾ വാഷ് ചെയ്യുന്ന ടെക്നിക്ക് പല രീതിയിലാണ്, പലതിലും പല അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ട് പല ടൈപ്പ് വാഷിംഗ് മെഷീനിൽ പല ടൈപ്പ് വാഷിംഗ് ടെക്നിക്കുകളാണ് വരുന്നത്. അപ്പോൾ വാഷിംഗ് ടെക്നിക്കുകളുടെ ബേസിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് പൾസേറ്റർ വാഷ് ടെക്നിക്കാണ്. The most common type pulsator wash technique. It has disc in the concave shape used to rotate the clothes in water. അപ്പോൾ ക്ലോത്തിനെ വാട്ടറിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഡിസ്ക് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. പൾസേറ്റർ ടൈപ്പ് വാഷ് ടെക്നിക്കിലാണെങ്കിൽ ഒരു മോട്ടർ ഉണ്ട്, ആ മോട്ടറുമായിട്ട് ഒരു ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ വെള്ളത്തിൽ വാട്ടറിൻ്റെ ക്ലോത്തിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്.
മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പൾസേറ്റഡ് ടൈപ്പിൻ്റെ ഒരു ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡേർട്ട് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ക്ലോത്ത് ബൈ റബ്ബിങ് അഗെയിൻസ്റ്റ് ദ ടബ് വാൾ സർഫസ് ആൻഡ് ദ ഡിസ്ക്. ഇവിടെ ഡേർട്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ടബിൻ്റെ വാൾ സർഫസുമായിട്ടും അതുപോലെ ഡിസ്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ ഡേർട്ട് റിമൂവൽ നടക്കുന്നത്. ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ടംബ്ലർ ടൈപ്പാണ്. ടംബ്ലർ ടൈപ്പ് എന്ന് പറയുമ്പോൾ വാഷിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ടംബ്ലിംഗ് ദ ക്ലോത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ ഡ്രം. ഒരു ഡ്രമ്മാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡ്രമ്മിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡ്രസ്സിനെ നമ്മൾ ഇടുന്ന വാഷ് ചെയ്യാനുള്ള ക്ലോത്തിനെ ടംബിൾ ചെയ്യുകയാണ് ചെയ്യുക. ടംബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്കായിട്ട് തന്നെ മേലേക്ക് എടുത്തിടുക, താഴേക്ക് എറിയുക, അങ്ങനെ ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത്. ഒരു സഡൻ ആയിട്ടുള്ള ഫോളിങ് അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ് ടംബ്ലറിനകത്ത് നടക്കുന്നത്. ആൻഡ് ദ സിമ്പിൾ കൺസ്ട്രക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് അജിറ്റേറ്റിംഗ് വേവ്സ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ആയിട്ടുള്ള റൊട്ടേറ്റേഴ്സ് റോളേഴ്സ് വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ദ ക്ലോത്ത്സ് ആർ ടംബിൾഡ് അറൌണ്ട് ദ ഡ്രം ബൈ വിർച്യൂ ഓഫ് ദ ഡ്രം ഇറ്റ് സെൽഫ് ബീങ് റൊട്ടേറ്റഡ് ബൈ മീൻസ് ഓഫ് എ പുള്ളി അറ്റ് ദ റിയർ ഓർ ദ ഫ്രിക്ഷണൽ ഡ്രൈവ്സ് ഓഫ് ദി ഐഡ്ലേഴ്സ്. ഇപ്പോൾ ഐഡ്ലേഴ്സ് കാണിച്ചിട്ട് ഈ ഐഡ്ലേഴ്സിന് സഹായത്തോട് കൂടിയിട്ട് ടബ് ഇറ്റ് സെൽഫ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ടബ് ഇറ്റ് സെൽഫ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്ലോത്തും ടംബിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടും വീഴുന്ന സമയത്തേക്ക് അതുമായിട്ട് ഇതിൻ്റെ വാളുമായിട്ടും അതുപോലെ അജിറ്റേറ്റിംഗ് വേവ്സുമായിട്ട് തട്ടിയിട്ടാണ് അതിൻ്റെ ക്ലോത്തിൻ്റെ ഡേർട്ട് റിമൂവൽ അവിടെ നടക്കുന്നത്. അജിറ്റേറ്റർ വാഷ് ടെക്നിക്കാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അജിറ്റേറ്റർ വിച്ച് ഈസ് ലോങ് ആൻഡ് സിലിണ്ട്രിക്കൽ ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വാഷിംഗ് ടബ്. ഒരു ലോങ് അജിറ്റേറ്റർ അതിൻ്റെ സെൻറ്റർ ഓഫ് ദ വാഷിംഗ് ടബിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോങ് അജിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വാട്ടർ ആൻഡ് ക്ലോത്ത് സർക്കുലേറ്റ് അറൌണ്ട് ദ അജിറ്റേറ്റർ. വെള്ളവും അതുപോലെ ക്ലോത്തും കൂടെ ഒരുമിച്ച് ഈ അജിറ്റേറ്ററിൻ്റെ ചുറ്റുമായിട്ട് കിടന്ന് സർക്കുലേറ്റ് ചെയ്യും, ദെർബൈ അണ്ടർഗോയിങ് എ തറോ ക്ലീനിങ് പ്രോസസ്. അപ്പോൾ ഈ അജിറ്റേറ്ററിൻ്റെ ഷേപ്പും എല്ലാം കൺസിഡർ ചെയ്ത് അതിൻ്റെ ചുറ്റും വെള്ളവും ക്ലോത്തും കൂടെ കിടന്ന് കറങ്ങുന്ന സമയത്തേക്കും അത് തമ്മിൽ റബ്ബിങ് നടന്നുകൊണ്ട് അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കും. തറോ ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ അജിറ്റേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഫാബ്രിക്കിലൊന്നും നമുക്ക് ഈ ടൈപ്പ് വാഷിങ് അത്ര സ്യൂട്ടബിൾ അല്ല. എയർ പവർ വാഷ് ടെക്നിക്ക് നെക്സ്റ്റ് വരുന്നത് എയർ പവർ വാഷ് ടെക്നിക്കാണ്. ദിസ് മെഷീൻ യൂസസ് എയർ ബബിൾ ടെക്നിക്ക്. ഒരു എയർ ബബിൾ ഉപയോഗിച്ചിട്ടുള്ള വാഷ് ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് ടു വാഷ് ദ ഡെലിക്കേറ്റ് ഫാബ്രിക്സ്. ഡെലിക്കേറ്റ് ഫാബ്രിക്സിനെ സ്മൂത്തായിട്ട് വാഷ് ചെയ്യാനായിട്ടാണ് ഈ എയർ ബബിൾ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്നത് കാവോ സ്പഞ്ച് വാഷ് ടെക്നിക്കാണ്. മൾട്ടി ഫേസ്റ്റഡ് മെത്തേഡ് ഓഫ് വാഷിംഗ്. അത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് വരുന്നൊരു വാഷിംഗ് മെത്തേഡാണ്. വെർ ഇൻ വാട്ടർ ഇസ് പ്രൊപ്പൽഡ് അപ്വേർഡ് ഇൻ ദ മെഷീൻ ടു പ്രിവെൻറ്റ് ദ എൻറ്റാങ്കിൾമെൻറ്റ് ഓഫ് ദ ഗാർമെൻറ്റ്സ് പഞ്ചിങ്. ഇപ്പോൾ ഈ ഗാർമെൻറ്റ്സ് ഒരുമിച്ചായിട്ട് കൂട്ടിക്കെട്ടി കിടക്കുന്നൊരു പ്രശ്നം സാധാരണ വാഷിംഗ് മെഷീനിൽ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വെള്ളത്തിന് അപ്വേർഡ് മോഷനിൽ പ്രൊപ്പൽ ചെയ്തുകൊണ്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഡൺ ബൈ ദ ക്ലോത്ത്സ് ബൈ ഫോഴ്സ്ഡ് വാട്ടർ. അപ്പോൾ വെള്ളം ക്ലോത്തിൻ്റെ മേലേക്ക് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ചെയ്യുന്ന സമയത്തേക്കാണ് അതിനകത്തുള്ള ഡേർട്ടെല്ലാം ഇളകി പോരുന്നത്. അപ്വേർഡ് മോഷനിൽ പ്രൊപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളത്തിന്. ഇത് നെക്സ്റ്റ് വരുന്നത് ന്യൂറോ ഫസി ലോജിക് ടെക്നിക്കാണ്. മെഷീൻ യൂസ് ദിസ് ടെക്നിക്സ് യൂസസ് microprocessor for their programming and can make decisions about the type of washing to be used depending upon type of fabric and the extent of dirt. ഈ ടൈപ്പ് മെഷീൻ എന്ന് പറയുമ്പോൾ ന്യൂറോ ഫസി ലോജിക് സിസ്റ്റംസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫസി ലോജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പാണോ വേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസിയാണ് വേണ്ടതെങ്കിൽ ഫസി എന്ന് പറയുമ്പോൾ നോർമലായിട്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തേക്ക് വേണം, ഏത് ടൈപ്പ് വാഷിംഗ് ആണ്, അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഡ്രസ്സിൻ്റെ വെയിറ്റ് എത്ര കണ്ട് വെയിറ്റ് ഉണ്ട്, അതിനനുസരിച്ച് എത്ര വെള്ളം വേണം, എത്ര സമയം അത് അലക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് മൈക്രോ പ്രോസസ്സർ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫാബ്രിക്കിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് സ്മൂത്ത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള വാഷിംഗ് ആണ് വേണ്ടതെങ്കിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത്. ഡെലിക്കേറ്റ് ആയിട്ട് അലക്കണം എന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവരതിനെ അലക്കുന്ന പ്രൊസീജിയറിനെ അത് മാറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡേർട്ടിൻ്റെ എക്സ്റ്റെൻറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡേർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ക്ലോത്ത്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വാഷിംഗ് ടെക്നിക്കാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചതിനനുസരിച്ച് അതിൻ്റെ വാഷിംഗ് ടെക്നിക്ക് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ളൊരു പ്രോപ്പർട്ടി കൂടി ഈ ടെക്നിക്കിനകത്ത് വരുന്നുണ്ട്. ഇതിന് വാട്ടർഫോൾ ടെക്നിക്കാണ്. നമ്മൾ കാവോ സ്പഞ്ച് ടെക്നിക്ക് പറഞ്ഞതുപോലെ തന്നെ പ്രൊപ്പല്ലർ ഉപയോഗിച്ച് വെള്ളത്തിന് നമ്മൾ പ്രൊപ്പൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ വാട്ടർഫോൾ ടെക്നിക്കിനകത്തും യൂസ് ചെയ്യുന്നത്. ദിസ് മെഷീൻ യൂസസ് ജെറ്റ്സ് ഓഫ് വാട്ടർ വിച്ച് ഹാസ് പംപ്ഡ് ഫ്രം ബിലോ ദ പൾസേറ്റർ ഇൻ ദ ടബ് ഇൻ ടു ദ ടബ്. പൾസേറ്ററിൻ്റെ താഴെ നിന്നും ടബിൻ്റെ അകത്തേക്ക് വെള്ളത്തിന് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ വെലോസിറ്റി ആൻഡ് ജെറ്റായിട്ട് യൂസ് ജെറ്റ്സ് ഓഫ് വാട്ടറിൻ്റെ ജെറ്റ്സ് ആയിട്ട് മേലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ വെലോസിറ്റി ആൻഡ് ഫോഴ്സ് ഓഫ് വാട്ടർ റിമൂവ്സ് ദ ഡേർട്ട്.
വെള്ളത്തിൻ്റെ ഫോഴ്സും അതുപോലെ വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റിക്കും അനുസരിച്ചാണ് അവിടെ ഡേർട്ട് റിമൂവൽ നടക്കുന്നത്. അത്രയും സ്പീഡിൽ പോയിട്ട് വെള്ളം ഡ്രസ്സിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്കാണ് ഡേർട്ട് ഇളകി പോരുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ വാഷിംഗ് മെഷീൻസ് കുഡ് ബി റിപ്പയർഡ് ബൈ ദ ഇലക്ട്രീഷ്യൻ, ബട്ട് മൈക്രോ പ്രോസസർ കൺട്രോൾഡ് വാഷിംഗ് മെഷീൻ റിപ്പയർസ് നീഡ് സം മോർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ സാധാരണഗതിയിൽ വാഷിംഗ് മെഷീൻ ഏതൊരു സാധാരണ ടൈപ്പ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന് റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മൈക്രോ പ്രോസസർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നൊരു വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ കൺവെൻഷണൽ ടൈപ്പ് വിത്ത് മാംഗിൾ റിംഗർ ഫോർ ഡ്രൈയിങ്ങിന് മാംഗിൾ റിംഗറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് കൺസ്ട്രക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. കൺവെൻഷണൽ ടൈപ്പ്, അങ്ങനെ വരുന്നൊരു കൺവെൻഷണൽ ടൈപ്പ് മാംഗിൾ റിംഗർ ഫോർ ഡ്രൈയിങ് ആണ് പറയുന്നത്. ദെൻ സിമ്പിൾ ഇൻ ഓപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. മാംഗിൾ റിംഗർ കൊടുത്തിട്ടുണ്ട്, ഗിയർ കേസ് ഉണ്ട്, അതുപോലെ എമർജൻസി റിലീസ് ഉണ്ട്, മാംഗിളിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് കൊടുത്തതായിട്ട് കാണാം. ദെൻ ടബ് ഉണ്ട്, അജിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിംഗ് ബെൽറ്റ്, അജിറ്റേറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ പ്രൊവിഷനും കൂടിയുണ്ട്. അതുപോലെ വാട്ടർ സോഴ്സ്, പുറത്തേക്ക് വെള്ളം എടുക്കാനായിട്ടുള്ളതും വെള്ളം കളയാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. മേലെയായിട്ട് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ദ യൂസർ ഫില്ലിംഗ് ദ സെൻട്രൽ ടബ് വിത്ത് വാട്ടർ അപ് ടു ദ വാട്ടർ ലെവൽ മാർക്ക്. അപ്പോൾ വാട്ടറിൻ്റെ ലെവൽ മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുക, യൂസർ എന്ത് ചെയ്യുക, വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ആൻഡ് സോപ്പ് ആൻഡ് ദ ബ്ലീച്ച് ആർ ആഡ്, സോപ്പും ബ്ലീച്ചൊക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ക്ലോത്ത്സ് ടു ബി വാഷ്ഡ്, the on time or the wash time of the machine is set and the machine is switched on. അപ്പം നമ്മൾ അലക്കേണ്ട ഡ്രസ്സിൻ്റെ നേച്ചറൊക്കെ അനുസരിച്ച് അതിന് ഡിപ്പെൻഡിങ് അപ്പോൾ ടൈപ്പ് ഓഫ് ദ ക്ലോത്തിൻ്റെ ടൈപ്പൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഓൺ ടൈമും അതുപോലെ വാഷ് ടൈം ഓൺ ചെയ്തിട്ട് വാഷ് ടൈമും മെഷീൻ്റെ വാഷ് ടൈം സെറ്റ് ചെയ്യുക. ദെൻ മെഷീന് സ്വിച്ച് ഓൺ ചെയ്യാം. മോസ്റ്റ് മെഷീൻസ് ഹാവ് ദി അജിറ്റേറ്റർ ഡയറക്ട്ലി ഡ്രിവൺ വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറ്റ് ഗിയർ. അപ്പോൾ പ്രത്യേകിച്ച് ഗിയറിൻ്റെ സഹായമൊന്നുമില്ലാതെ ഡയറക്ട്ലി ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അധികവും അജിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. The wash is stopped by the timer setting on the machine. മെഷീൻ നമ്മൾ ആദ്യമേ എത്ര സമയം വേണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ടൈമർ സെറ്റിംഗ് ആ ടൈം ആകുമ്പോഴാണ് വാഷിംഗ് നിൽക്കുന്നത്. Agitator is brought to a standstill and the drain pump is operated or the valve for gravity drained is activated. വൺസ് ആ മെഷീൻ ഓഫ് ആയി കഴിഞ്ഞാൽ അജിറ്റേറ്റർ എന്ത് ചെയ്യും, സ്റ്റാൻഡ് സ്റ്റില്ലാവും, അജിറ്റേറ്റർ നിൽക്കും, ഡ്രെയിൻ പമ്പ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ വാൾവ് ഒരു ഗ്രാവിറ്റി ഡ്രെയിനിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വാൽവിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നതായിരിക്കും, ഡ്രെയിനിങ് പ്രോസസ്സ് നടക്കും. ഫോർ റിൻസിങ് ദ ക്ലോത്ത് ദ മെഷീൻ ഈസ് സ്വിച്ച്ഡ് ഓൺ. ഇതിന് നമ്മൾ റിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്ക് നമ്മൾ ആ ഡിറ്റർജൻ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ മെഷീന് വീണ്ടും ഓൺ ചെയ്യുമ്പോഴാണ് അവിടെ ശരിക്കും റിൻസിങ് നടക്കുന്നത്. ദെൻ അതിനെയാണ് നമ്മൾ റിൻസ് സൈക്കിൾ എന്ന് പറയുക. മീൻസ് ആ ഡിറ്റർജൻറ്റും സോപ്പും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം നിറച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാണ്. ആൻഡ് ദ ക്ലോത്ത്സ് ആർ ദെൻ പുട്ട് ത്രൂ ദ മാംഗിൾ റിംഗർ ടു പ്രസ് ആൻഡ് റോൾ ഔട്ട് ഓൾ ദി വാട്ടർ ഫ്രം ദി ക്ലോത്ത്. ദെൻ ക്ലോത്തിൽ നിന്നും ബാക്കി നിൽക്കുന്ന വെള്ളത്തിനെ മൊത്തം റോൾ ഔട്ട് ചെയ്ത് പ്രസ് ചെയ്ത് റോൾ ഔട്ട് ചെയ്ത് കളയാനായിട്ട് നമ്മൾ പിഴിഞ്ഞ് കളയുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മാംഗിൾ റിംഗറും കൂടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ദെൻ സം ടൈം washing machines having heater is generally immersed rod type which is permanently fixed in the bottom of the washing machine. ചിലപ്പോൾ ചില കേസിൽ എന്ത് വരാറുണ്ട്, വാഷിംഗ് മെഷീനിൽ ഹീറ്ററിൻ്റെ പർപ്പസും കൂടി അവിടെ നടക്കാറുണ്ട്. സാധാരണ ഒരു ഇമ്മേർഷൻ റോഡ് ടൈപ്പ് ഹീറ്ററാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. ബോട്ടം ഓഫ് ദ വാഷിംഗ് മെഷീനിൽ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത രീതിയിലാണ് വരുന്നത്. To produce the warm water for loosening stubborn dirt particles of the clothes for quick cleaning. പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി സ്റ്റബേൺ ആയിട്ടുള്ള ഡേർട്ട് പാർട്ടിക്കിൾസ് വറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇളക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ദീസ് ടൈപ്സ് ജനറലി ഹീറ്റർ ഈസ് നോട്ട് റിപ്പയറബിൾ. വൺസ് ഫൗണ്ട് ഡിഫക്റ്റീവ് ഇറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ്. നമ്മൾ ഈ ടൈപ്പ് മെഷീനിലൊക്കെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റർ സാധാരണ റിപ്പയർ ചെയ്യാം. എന്തെങ്കിലും കേടുകൾ വന്നു കഴിഞ്ഞാൽ ഹീറ്റർ റിപ്പയർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഒരിക്കൽ ഇത് ഡിഫക്റ്റീവ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യാറ്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ് ആണ്. ദ അജിറ്റേറ്റർ ഷുഡ് ബി സ്റ്റോപ്ഡ് ഡ്യൂറിങ് ദ ഡ്രെയിൻ പീരീഡ്. നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്തേക്ക് അജിറ്റേറ്റർ നിർത്തി വെക്കണം, സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. ബിക്കോസ് ഇഫ് ഇറ്റ് വേർ ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് വാട്ടർ ഇൻ ദ ടബിൽ വാട്ടർ ഇല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ റിക്വയർഡ് ഫോഴ്സ് ഓൺ ദ അജിറ്റേറ്റർ ടു റൊട്ടേറ്റ് ദ ക്ലോത്ത്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ വാട്ടർ വുഡ് ബി മെനി ടൈംസ് മോർ കോസിങ് ദ മോട്ടോർ ടു ഓവർലോഡ്. ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രെയിൻ ചെയ്യുന്ന സമയത്തേക്ക് അജിറ്റേറ്റർ ഓഫ് ചെയ്തിടണം. കാരണം അപ്പോൾ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ വെള്ളം ഇല്ലാതെ അതിൻ്റെ അകത്തെ ഡ്രസ്സിനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടറിനെ ഓവർലോഡ് ആക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡ്രെയിൻ ചെയ്ത് എന്നത് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അജിറ്റേറ്റർ നമ്മൾ ഓൺ ചെയ്തിടരുത്. The bottom cable should be protected from the damage by the rats by using a rust-proof welded mesh. അപ്പോൾ റസ്റ്റ് പ്രൂഫ് അതുപോലെ വെൽഡഡ് മെഷൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബോട്ടം കേബിളിനെ എപ്പോഴും റാറ്റ്സിനെ പോലെയുള്ള അതുപോലെ ജീവികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം എപ്പോഴും. ദെൻ ട്വിൻ ടബ് വാഷിംഗ് മെഷീൻ. നെക്സ്റ്റ് വരുന്നത് ട്വിൻ ടബ് വാഷിംഗ് മെഷീനാണ്. 2 ടബ് വരുന്നത്. ദ അതർ ടൈപ്പ് ഓഫ് കൺവെൻഷണൽ വാഷിംഗ് മെഷീൻ. കൺവെൻഷണൽ വാഷിംഗ് മെഷീനിൽ വരുന്ന മറ്റൊരു ടൈപ്പാണ്. അഡീഷണൽ ടബ് ഈസ് പ്രസൻറ്റ് ടു ഡ്രൈ ദ ക്ലോത്ത്സ് കോൾഡ് എ സ്പിൻ ടബ്. ക്ലോത്ത് ഡ്രൈ ചെയ്യാനായിട്ട് വേറൊരു ടബും കൂടെ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സ്പിൻ ടബ് എന്ന് പറയുന്നത്. ഹിയർ ദ ക്ലോത്ത്സ് ആഫ്റ്റർ ബീയിങ് വാഷ്ഡ് ആർ പ്ലേസ്ഡ് ഇൻ ദ സ്പിൻ ടബ്. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ ക്ലോത്തിനെ നമ്മൾ എടുത്തിട്ട് സ്പിൻ ടബിലേക്ക് ഇടണം. ആൻഡ് ഇസ് റൊട്ടേറ്റഡ് അറ്റ് എ ഹൈ സ്പീഡ് ആൻഡ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ദ വാട്ടർ ഫ്രം ദ ക്ലോത്ത്സ് ഈസ് റിമൂവ്ഡ് ഫുള്ളി ടിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഡാം ഡ്രൈ. അപ്പോൾ ജസ്റ്റ് ഒരു ഡാം ഡ്രൈ ആവുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് വെള്ളവും റിമൂവ് ചെയ്ത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഉപയോഗിച്ചിട്ടാണ് സ്പിൻ ടബിനകത്ത് അത് സ്പിൻ ചെയ്യുന്നത്. ഹൈ സ്പീഡിൽ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷനിൽ ഹൈ സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ നടന്നിട്ട് വെള്ളം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് പോകും. Time duration spin operation may be manual or automatic with the help of a timer depending upon the model. അപ്പോൾ അതിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പിന്നിനും ടൈമർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊന്നുകിലും മാനുവലി മോഡൽ അനുസരിച്ചിട്ട് ഒന്നുകിലും മാനുവലി നമുക്ക് സെറ്റ് ചെയ്യാം എത്ര സമയത്തേക്കാണ് അത് വേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന രീതിയിലും സ്പിന്നിൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ മെക്കാനിക്കൽ ടൈമറാണ് നെക്സ്റ്റ് പാർട്ട് പറയുന്നത്. മെക്കാനിക്കൽ ടൈമർ ഈസ് എ യൂണിറ്റ് ദാറ്റ് ഹാസ് എ സ്പ്രിംഗ് ലോഡഡ് ഗിയർ ട്രെയിൻ റിഡക്ഷൻ അറേഞ്ച്മെൻറ്റ്. ഒരു സ്പ്രിംഗ് ലോഡഡ് ഗിയർ ട്രെയിൻ റിഡക്ഷൻ അറേഞ്ച്മെൻ്റ് ആണ് ഈ മെക്കാനിക്കൽ ടൈമർ എന്ന് പറയുന്നത്. അതിന് ശരിക്കും ആ യൂണിറ്റിനുള്ളത് ഒരു സ്പ്രിംഗ് ലോഡഡ് ഗിയർ ട്രെയിൻ റിഡക്ഷൻ അറേഞ്ച്മെൻ്റ് ആണ്. നോർമലി കോൾഡ് ആസ് എ ക്ലോക്ക് ടൈമർ എന്നും പറയാറുണ്ട്. ഇൻ കേസ് ഓഫ് എ ഡിഫക്റ്റ് ഇൻ ദ ടൈമർ ഇറ്റ് ഈസ് ബെറ്റർ ടു റീപ്ലേസ് ഇറ്റ്. ടൈമറിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ റീപ്ലേസ് ചെയ്യാൻ എപ്പോഴും നല്ലത്. പിന്നെ ഒന്നുള്ളത് ഡ്രെയിൻ പമ്പാണ്, വെള്ളം പുറത്തേക്ക് കളയാനുള്ള പമ്പ്. സം ഓഫ് ദ വാഷിംഗ് മെഷീൻസ് ഹാവ് എ പമ്പ് ഫോർ ക്വിക്ക് റിമൂവൽ ഓഫ് ദ വാട്ടർ ഫ്രം ദ ഡ്രം ഫോർ ഫാസ്റ്റ് ഓപ്പറേഷൻ. ഇപ്പോൾ ഫാസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് വെള്ളം റിമൂവ് ചെയ്യാനായിട്ട് ചില ടൈപ്പ് വാഷിംഗ് മെഷീൻസിനകത്ത് പമ്പ് യൂസ് ചെയ്യാറുണ്ട്. ദിസ് മേ ഐദർ ബി ഗ്രാവിറ്റി ഡ്രെയിൻ മെത്തേഡ്, അതൊന്നുകിൽ ഗ്രാവിറ്റി ഡ്രെയിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും, ഓർ ഡ്രിവൺ ബൈ മീൻസ് ഓഫ് എ ഫ്രിക്ഷൻ പുള്ളി, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ പുള്ളി ഉപയോഗിച്ചിട്ടായിരിക്കും, ആൻഡ് ലിവർ ഫ്രം ദ മെയിൻ റിവർ ഓർ എ സ്മോൾ സൈസ്ഡ് മോട്ടർ വിത്ത് എ വാട്ടർ പമ്പ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഡ്രൈവ് മോട്ടറാണ്. ഡ്രൈവ് ചെയ്യാനായിട്ട് അത് മെഷീൻ റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മോട്ടർ. മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് മോട്ടർ യൂസ്ഡ് ഇൻ എ വാഷിംഗ് മെഷീൻ ഈസ് എ സിംഗിൾ ഫേസ് 240 വോൾട്ട് 50 ഹെർട്സ് കപ്പാസിറ്റർ സ്റ്റാർട്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡ്രൈവ് മോട്ടറിനകത്ത് യൂസ് ചെയ്യാറുള്ളതെന്ന് പറയുന്നത് 240 വോൾട്ട് സപ്ലൈയുടെ 50 ഹെർട്സിൻ്റെ ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് സാധാരണഗതിയിൽ വാഷിംഗ് മെഷീൻസിനകത്ത് യൂസ് ചെയ്യാറുള്ളത്. സിംഗിൾ ഫേസ് 240 വോൾട്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന കപ്പാസിറ്റർ സ്റ്റാർട്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ആൻഡ് ദീസ് മോട്ടോഴ്സ് മേ റേഞ്ച് ഫ്രം ദ 1/3 to 1/2 HP റേറ്റിംഗ്. സാധാരണ ഇതിൻ്റെ റേറ്റിംഗ് വരാറുള്ളത് 1/3 HP മുതൽ 1/2 HP റേറ്റിംഗ് വരെയാണ്. നോർമലി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓവർലോഡ് ആൻഡ് ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻസ് ബൈ മീൻസ് ഓഫ് ബൈമെറ്റാലിക് ഓവർലോഡ് റിലേ ഓർ എ തെർമൽ സ്വിച്ച്. ഒരു ബൈമെറ്റാലിക് ഓവർലോഡ് റിലേയോ അല്ലെങ്കിൽ ഒരു തെർമൽ സ്വിച്ചിൻ്റെയോ സഹായത്തോടു കൂടി സാധാരണ ഓവർലോഡിനും അതുപോലെ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻസിനും എതിരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓവർലോഡിനും അതുപോലെ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധാരണ ബൈമെറ്റാലിക് ഓവർലോഡ് റിലേയോ തെർമൽ സ്വിച്ചോ യൂസ് ചെയ്യാറുണ്ട്. ദ മോട്ടർ ഈസ് ലൊക്കേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വാട്ടർ ലീക്കേജസ് ഡു നോട്ട് ഫോളോ ഓൺ ദീസ് മോട്ടോഴ്സ്. മോട്ടോർ സാധാരണ ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മോട്ടറിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ടബിൽ നിന്നുണ്ടാകുന്ന വാട്ടർ ലീക്കേജ് എന്ന് പറയുന്നത് ഈ മോട്ടറിൻ്റെ മേലെ വീഴാത്ത രീതിയിലാണ് സാധാരണ മോട്ടറിനെ ഫിക്സ് ചെയ്യാറുള്ളത്. ആൻഡ് ലൊക്കേറ്റിംഗ് ദ മെഷീൻ, നമ്മൾ മെഷീൻ എവിടെ വെക്കണം എന്നുള്ളതാണ്. ഇത് മെഷീൻ ഷുഡ് ബി സോ ലൊക്കേറ്റഡ് ദാറ്റ് സോഫ്റ്റ് വാട്ടർ ഈസ് ഫ്രീലി അവൈലബിൾ. സോഫ്റ്റ് വാട്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം എപ്പോഴും മെഷീനെ യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഔട്ട്ലെറ്റ് ഓർ വാട്ടർ ഡ്രെയിൻ അറേഞ്ച്മെൻറ്റ് ഈസ് ഓൾസോ ഈസിലി അവൈലബിൾ. അതിന് വെള്ളം കിട്ടാനായിട്ടും വെള്ളം വരുന്ന ടാപ്പും അതുപോലെ ഔട്ട്ലെറ്റ് പുറത്തേക്ക് കളയാനുള്ള അറേഞ്ച്മെൻറ്റും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ മെഷീനെ വെക്കാനായിട്ട്. The supply board should have the rated 3-pin plug arrangement and proper earth brought to the 3-pin plug point. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള 3-pin അറേഞ്ച്മെൻറ്റ്, എർത്തൊക്കെ ചെയ്തിട്ടുള്ള 3-pin അറേഞ്ച്മെൻറ്റോ 3-pin പ്ലഗ് പോയിൻറ്റോ ഉള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ദ ഫ്ലോറിംഗ് ഷുഡ് ബി ഇൻ ലെവൽ സച്ച് ദാറ്റ് ദ മെഷീൻ റീസെറ്റ്സ് properly to avoid unnecessary loading on the machine drum and vibration. അപ്പോൾ അൺനെസസറി ലോഡിങ്ങോ അല്ലെങ്കിൽ വൈബ്രേഷനോ ഒക്കെ മെഷീൻ ഡ്രമ്മിൻ്റെ മേലെ വരാതിരിക്കാനായിട്ട് എപ്പോഴും മെഷീൻ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫ്ലോറിംഗ് ലെവലിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്.